അഡ്വക്കേറ്റ് വിമല ബിനു, ഇത് സുഹൃത്ത് പറയുന്ന കാര്യമാണ്. അതായത് ഈ കഴിഞ്ഞ 4 മാസത്തിനിടെ 3 അവധി ദിനങ്ങൾ കിട്ടിയിരിക്കുന്നു. കൂടാതെ ഒരു ദിവസം 18 മണിക്കൂർ വരെയാണ് ജോലി ചെയ്യുന്നത്, ഭക്ഷണം കഴിക്കുന്നില്ല. ഇതൊക്കെ അങ്ങേയറ്റം തൊഴിലാളി വിരുദ്ധമാണെന്ന് ആർക്കാണ് അറിയാത്തത്? ഇത് നടക്കുന്നത് എവിടെയാണ്? EY എന്നുള്ള കമ്പനിയിൽ. ഇവിടെ കൃത്യമായ നിയമങ്ങളൊക്കെ ഉണ്ട്. നേരത്തെ ഡോക്ടർ വാണിദേവി പറഞ്ഞതുപോലെ നിയമങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. HR-ന്റെ പോളിസി ഉണ്ട്. അതെല്ലാം നമ്മൾ വായിച്ചു നോക്കിയിട്ടൊക്കെയാണ് ജോലിയിലേക്ക് പ്രവേശിക്കുന്നതും. വേണമെങ്കിൽ ഒപ്പിട്ടൊക്കെ കൊടുത്തിട്ടായിരിക്കാം ജോലിയിൽ പ്രവേശിക്കുന്നതും. പക്ഷേ ഇതൊക്കെ നടപ്പാക്കപ്പെടുന്നുണ്ടോ അവിടെ എന്നുള്ളത് ആരും മോണിറ്റർ ചെയ്യും? ഇതൊന്നും ആരും നോക്കുന്ന പോലുമില്ല. ഇങ്ങനെ കുറേ നിയമങ്ങളുണ്ട്. ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ അതൊന്നും നടപ്പാക്കുന്നില്ല എന്നുള്ളിടത്ത് എവിടെയാണ് പാളിച്ച, എവിടെയാണ് പിഴവ്? അതിന് ഉത്തരവാദിത്തം ആർക്കാണ്? തീർച്ചയായും ഇത്തരം കമ്പനികളിലെ കോർപ്പറേറ്റ് കൾച്ചർ, വർക്ക് സ്ട്രെസ് കൂട്ടുക, അതുവഴി ഹെവി വർക്ക് ലോഡ് കൊടുക്കുക, അതുവഴി എംപ്ലോയീസിനെ ഒരു എക്സ്പ്ലോയിറ്റേഷനിലൂടെ കൊണ്ടുപോയി മാക്സിമം ഡിറൈവ് ഔട്ട് ചെയ്യുക എന്നുള്ള പോളിസീസ് തന്നെയാണ്. അത് ഇന്ത്യയിലെ എല്ലാ IT ഫേംസും മറ്റ് കോർപ്പറേറ്റ് ഫേംസും ഫോളോ ചെയ്യുന്ന പോളിസിയാണിത്. പക്ഷേ ഇവരെ ആരാണ് കൺട്രോൾ ചെയ്യേണ്ടത്? ഇവരെ കൺട്രോൾ ചെയ്യേണ്ടത് ഗവൺമെന്റ് മിഷനറീസ് ആണ്, ലേബർ ഓഫീസേഴ്സ് ആണ്. അതിന് കംപ്ലൈന്റ്സ് വരണം. കംപ്ലൈന്റ്സ് വരുമ്പോഴാണ് പൊതുവെ തൊഴിലിടങ്ങളിൽ ഇത്തരം കാര്യങ്ങളിൽ കംപ്ലൈന്റ്സ് വരുമ്പോഴാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അതിനെ ശ്രദ്ധിക്കുകയും മോണിറ്റർ ചെയ്യുകയും നടപടികൾ എടുക്കുകയും ചെയ്യുക. ഒരു കമ്പനിയിൽ വർക്ക് സ്ട്രെസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതി എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ഇതുവരെ റൈസ് ചെയ്യപ്പെട്ടിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ തൊഴിലിടങ്ങളിലെ പേയ്മെന്റ് കൊടുത്തില്ല, വേജസ് ആക്ട് പ്രകാരമുള്ള പേയ്മെന്റ് കൊടുത്തില്ല, വർക്ക്മെൻസിന് കോമ്പൻസേഷൻ കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് ലേബർ ഡിസ്പ്യൂട്ടുകൾ ധാരാളം റൈസ് ചെയ്യപ്പെടാറുണ്ട് ലേബർ ഓഫീസേഴ്സിന് മുമ്പാകെ. പക്ഷേ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇത്തരം ഒരു ഇഷ്യൂ ഉണ്ടാവുമ്പോഴാണ് പലപ്പോഴും നമ്മൾ അതിനെ അഡ്രസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അല്ല, അപ്പൊ എനിക്ക് തോന്നുന്നത് അഡ്വക്കേറ്റ് വിമല, ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് പുറം ലോകം അറിയുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ഇങ്ങനെ സധൈര്യം ഈ മേലധികാരികൾ ഈ തരത്തിലേക്ക് തന്നെ പോകുന്നത്. ഒരു നിയമവും തങ്ങൾക്ക് ബാധകമല്ല എന്ന രീതിയിൽ. മാത്രമല്ല, അന്നയുടെ ഒരു സിംഗിൾ ഇൻസ്റ്റൻസ് ഉണ്ടായപ്പോ സമൂഹത്തിൽ ഉണ്ടായ ഒരു റിയാക്ഷൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ അനുജ. അതായത് അത്രയധികം വർക്ക് പ്രഷേഴ്സ് നേരിടുന്ന ധാരാളം പേർ അത് തുറന്നു പറയുവാനും അതിനെ ഞങ്ങളും വർക്ക് സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നു എന്നുള്ള അന്തരീക്ഷങ്ങൾ തുറന്നു പറയാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി. അതിനു മുമ്പ് ആളുകൾ ഇതെല്ലാം അഫോർഡ് ചെയ്യുകയായിരുന്നു. അവരുടെ ഒരു കോസ്റ്റ് ഓഫ് ലിവിങ്ങിന് വേണ്ടി, അല്ലെ ലൈഫിന്റെ ഒരു സ്ട്രക്ചറിന് വേണ്ടി, അതല്ലെങ്കിൽ ലൈഫ് മുന്നോട്ട് ഇതൊക്കെ സഹിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് ജീവിതം എന്ന് കരുതി ഇതിനെ അഫോർഡ് ചെയ്ത് പോയി ധാരാളം ആളുകളുണ്ട്. പക്ഷെ ഒരു ജോലി ഉപേക്ഷിച്ച് മറ്റൊരു ജോലിയിലേക്ക് കടന്നു പോവുക അത്ര ഈസിയായ ഒരു കാര്യമല്ല ആളുകളെ. അതെ, അപ്പൊ അതിലിപ്പോ നമുക്ക് ഈ നിയമപരമായ വിഷയങ്ങൾ സംസാരിച്ചാൽ അഡ്വക്കേറ്റ് വിമല, ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു തൊഴിൽ സമ്മർദ്ദം നേരിടുകയാണ് ഒരു എംപ്ലോയി എന്ന് വിചാരിക്കുക, എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ ഇപ്പോൾ ആ കമ്പനിയിൽ HR ഉണ്ട്, പോളിസികളുണ്ട്, നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഭദ്രവുമാണ്. അതായത് ഈ തരത്തിലേക്ക് എല്ലാ നിയമങ്ങളും ഒക്കെ ഉണ്ട്, അത് പാലിക്കുന്നില്ല. അപ്പോൾ നിരന്തരം ഇങ്ങനെ തൊഴിൽ ചൂഷണത്തിന് വിധേയമായി സ്ട്രെസ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു എംപ്ലോയി എന്ത് ചെയ്യണം? എന്താണ് ചെയ്യേണ്ടത്? പ്രകാരത്തിന് ഉള്ള ടൈമിന് മുകളിൽ അവരെ വർക്ക് ചെയ്യാൻ പ്രേരിപ്പിച്ച് തീർച്ചയായും ഒരു ലേബർ കംപ്ലൈന്റ് ആയി മാറേണ്ടതാണ്. അത് തൊഴിലിടത്തിലെ ചൂഷണമാണ്. ആ ചൂഷണത്തിന് നമ്മൾ കൊടുക്കേണ്ടത് ഒരു ലേബർ കംപ്ലൈന്റ് ആണ്. അപ്പോ അതിനനുസരിച്ച് ലേബർ ഓഫീസേഴ്സ് ഇന്ററാക്ട് ചെയ്യുകയും മോണിറ്റർ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ആദ്യം ഈ പരാതി നമ്മൾ കൊടുക്കേണ്ടത് ഈ സ്ഥാപനത്തിനുള്ളിൽ തന്നെയല്ലേ അഡ്വക്കേറ്റ് വിമല? ഈ സ്ഥാപനത്തിനുള്ളിൽ പരാതി കൊടുക്കാം, അവർക്ക് ഈ സ്ഥാപനത്തിനുള്ളിൽ അത് അഡ്രസ് ചെയ്യാം. അതോടൊപ്പം തന്നെ പുറത്ത് നമുക്ക് ലേബർ ഓഫീസേഴ്സ് ഉണ്ട്. ആസ് പെർ ദ ലേബർ ലോസ് നമുക്ക് ലേബർ ഓഫീസേഴ്സ് ഉണ്ട്. അപ്പൊ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അവർക്ക് കംപ്ലൈന്റ്സ് റേസ് ചെയ്യേണ്ടതാണ്. പിന്നെ പക്ഷേ ഇതിലൊരു പ്രായോഗിക പ്രശ്നം അഡ്വക്കേറ്റ് വിമല, ഇപ്പോ നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ട് ആ സ്ഥാപനത്തിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പുറത്തേക്ക് പോയി ഒരു കംപ്ലൈന്റ് കൊടുക്കാൻ, അത് പിന്നെ ആ തൊഴിലാളിക്ക് അവിടെ ജോലി ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണല്ലോ. ആ പോയിന്റ് എത്തുമ്പോഴാണ് പലരും ഇതിൽ നിന്ന് പിന്മാറി എങ്ങനെയെങ്കിലും ഇവിടെ തുടരാം, കരിയർ, അതാണല്ലോ ലക്ഷ്യം. അങ്ങനെ നിർബന്ധിതരാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതിന് കാരണവും അത് തന്നെയാണ്.
തരത്തിലുള്ള ഇഷ്യൂസും ഉണ്ട്. ഒരു കംപ്ലയിന്റ് മേക്കറായി അവിടുന്ന് ഒരു പ്രോബ്ലം വന്ന് അവിടുന്ന് റിസൈൻ ചെയ്യേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ മറ്റൊരു കമ്പനിയിൽ ഇടം കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. മറ്റൊരു ഫേമിൽ ഇടം കിട്ടാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ആളുകൾ ഇതെല്ലാം ഫോർബിയർ ചെയ്യേണ്ട വരുന്ന ഒരു മാനസികാവസ്ഥയിൽ കണ്ടിന്യൂ ചെയ്യുന്ന ധാരാളം എംപ്ലോയീസ് ഉണ്ട്. വർക്ക് സ്ട്രെസ് മാത്രമല്ല ഇവിടെ അന്നയ്ക്ക് അനുഭവിക്കേണ്ടി വന്നത്. ഒരു നോർമൽ കൈൻഡ് ഓഫ് വർക്ക് സ്ട്രെസ് ആണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. ഭക്ഷണം കഴിക്കാൻ പോലും സാഹചര്യമില്ലാതെ ഹെൽത്തിനെ പോലും അഫക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ആ കുട്ടിയുടെ ജീവിതം മാറി എന്ന് പറയുന്ന അത്യന്തം ദുരവസ്ഥ എന്ന് തന്നെ പറയേണ്ടി വരും. സോ ഇവൈ കമ്പനിയെ കുറിച്ച് പൊതുവെ ഉയർന്നു വരുന്ന ഒരു കംപ്ലൈന്റുമാണ് അത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ല, അതിപ്പോ ഇപ്പോഴാണ് പുറത്തറിയുന്നത് അഡ്വക്കേറ്റ് വിമല. ഇപ്പൊ നമ്മളൊക്കെ ഈ വിഷയം ചർച്ചയാക്കി ഇത് തന്നെയായിരുന്നു ഇപ്പോൾ അന്നയുടെ മാതാപിതാക്കൾ ഉദ്ദേശിച്ചതും ഇത് തന്നെയായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. കാരണം ഇനിയും ഒരാൾക്കും ഈ ഗതി വരരുത് എന്നുള്ളതാണ് ആ അമ്മ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ചർച്ചകളിലൂടെ ഇത് ലോകം അറിയണം, ഇതിലൊരു ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളത് പ്രതീക്ഷിച്ച് തന്നെയാണ് അവരിങ്ങനെ ഒരു നടപടിയിലേക്ക് കടന്നത്. പക്ഷേ ഇത്തരം ധാരാളം സ്ഥാപനങ്ങൾ, കോർപ്പറേറ്റ് കമ്പനികളുണ്ട്. ഇനി കോർപ്പറേറ്റ് കമ്പനികൾ മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നും നമുക്കറിയാം. പല മേഖലകളിലും ഇതൊക്കെ ഉണ്ട്. ചെറുകിട പ്രൈവറ്റ് കമ്പനികളിൽ ഉൾപ്പെടെ ഇത്തരം സമ്മർദ്ദം താങ്ങി എന്നാൽ പക്ഷെ മറ്റു മാർഗമില്ലാതെയൊക്കെ ജോലി ചെയ്തു പോകുന്ന തൊഴിലാളികളുണ്ട്. നിയമങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ അതെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും പാലിക്കുന്നില്ല. ഇതിനൊക്കെ പരിഹാരം എന്താണ് അഡ്വക്കേറ്റ് വിമല? അല്ല, നമ്മുടെ കൾച്ചർ മാറുക എന്നുള്ളതാണ്. കൂടുതലും ഇത്തരം ഇൻസ്റ്റൻസസ് ഉണ്ടാവുമ്പോൾ നെക്സ്റ്റ് ഇൻസ്റ്റന്റ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാതിരിക്കത്തക്ക വിധത്തിലേക്ക് അതോറിറ്റീസ് വിജിലന്റ് ആവുക, അതുപോലെ തന്നെ വർക്ക് കൾച്ചറിന്റെ പാറ്റേൺ മാറുക, ഹെൽത്തി അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻ ഉണ്ടാവുക. ചില 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 കമ്പനികളെങ്കിലും, ഫോറിൻ കമ്പനികളെങ്കിലും ഹാപ്പിനെസ് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് എംപ്ലോയീസിന്റെ ഹെൽത്തും അവരുടെ ഹാപ്പിനെസ്സും അവരുടെ ജോയിക്ക് വേണ്ടി തന്നെ ഉള്ള കാര്യങ്ങളും ടൈം മാനേജ്മെന്റുകളും ഒക്കെ നൽകുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. എന്തുകൊണ്ടാണ് നമ്മളുടെ നാട്ടിൽ പോലും നമ്മളൊക്കെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഒരു ഓണം ആഘോഷിച്ച് വരുന്നവരാണ്. സോ നമ്മളൊക്കെ ഒരു അവധി ആഘോഷിക്കുന്നവരാണ് അല്ലെ, അതാണ് നമ്മുടെ കൾച്ചർ. സോ എന്തുകൊണ്ടാണ് നമുക്ക് സൺഡേ, സാറ്റർഡേ, ഹോളിഡേയ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്? വർക്ക് ചെയ്യാൻ മാത്രമുള്ളതല്ല ഒരു ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത്. ഹ്യൂമൻ ലൈഫിന്റെ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് വർക്ക് ഓറിയന്റഡ് പാറ്റേൺ മാത്രമല്ല. ഇറ്റ് ഹാസ് ടു ബി ഇൻ അതർ ഇറ്റ് ഹാസ് ടു ഗോ ടു അതർ എക്സ്റ്റെൻസ് ഓൾസോ. ഇപ്പം ലൈഫിന്റെ ഒരേ ഒരു പോളിസി വർക്ക് മാത്രമാണ് എന്ന് കാണുന്ന ടിപ്പിക്കൽ കോർപ്പറേറ്റ് ആറ്റിറ്റ്യൂഡ് ഉള്ള ധാരാളം കമ്പനികൾ നമ്മുടെ നാട്ടിലുണ്ട്. സോ അപ്പം ഈ ഒരു യൂറോപ്യൻ കൾച്ചറിനെ കൺവേർട്ട് ചെയ്ത് ഒരു തവിട് സായിപ്പ് നയം എന്ന് വേണേ നമുക്ക് പറയാം. ഇന്ത്യക്കാർ അതിനെ കുറച്ചുകൂടെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടി ഒരു എക്സ്പ്ലോയിറ്റേഷൻ ഉള്ള ഒരു മേഖലയാക്കി അത് മാറ്റുന്നു. സോ ഇത്തരം പരാതികൾ ഉന്നയിക്കപ്പെടുമ്പോൾ അതിനി അടുത്തൊരാൾക്ക് ഇത് സംഭവിക്കാതിരിക്കാൻ ഇതൊരു സമൂഹത്തിനൊരു കീനോട്ടായിട്ട് മാറുകയാണ്. സമൂഹം ഇത് മനസ്സിലാക്കുകയാണ്. ഇത്തരം സിറ്റുവേഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ പോലും അവിടെ എങ്ങനെയെങ്കിലും തുടർന്ന് ഒരു ലേബലിലേക്ക് അവൾക്ക് പോകാം എന്നുള്ള പൊന്നുമോൾക്ക് അതിന് കഴിയും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് മാതാപിതാക്കളും അവളെ ആ ഒരു സ്ട്രെസ്സിൽ കൂടി കടന്നു പോകാൻ അനുവദിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ അപ്പം എല്ലാ പേരൻസിനും ഇതൊരു നോട്ടാണ്, എല്ലാ ഫാമിലിക്കും ഇതൊരു നോട്ടാണ് ഇത്തരം സിറ്റുവേഷൻസ് ഉണ്ടാവാതിരിക്കാന്. ഇത് മാത്രമല്ല, ജോലി മാത്രമല്ല ലൈഫിന്റെ ഒരു എക്സ്റ്റെന്റ് എന്ന് കരുതാന്. പ്രത്യേകിച്ച് മലയാളികൾക്ക് എനിക്ക് തോന്നുന്ന മലയാളികളുടെ ഒരു കൾച്ചറാണ് ജോലിക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി. ജോബ് ഈസ് യുവർ ഫസ്റ്റ് കൺസേൺ ഓർ യുവർ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്ന മാതാപിതാക്കളാണ്. ജോലി ചെയ്യാൻ വേണ്ടി ജീവിതം മാറ്റിവെക്കേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്.